ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നമ്മുടെ മല്ലു സീരീസ് ചാനലിലെ വെൻ എ സ്നെയിൽ ഫോൾസ് ഇൻ ലവിൻ്റെ 13ാമത്തെ എപ്പിസോഡാണ് റിവ്യൂ ചെയ്യാനായിട്ട് പോകുന്നത്. ഇന്നത്തെ എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ് സീനിലാണെങ്കിൽ ബയ്യാണെങ്കിൽ സ്വിമ്മിംഗ് പൂളൊക്കെ കുളിച്ച് കയറി വരും കേട്ടോ. ആ സമയത്താണ് നമ്മുടെ വിറ്റിയും സെന്നും കൂടി അങ്ങോട്ട് വരുന്നത്. ഇവരാണെങ്കിൽ കോളിംഗ് ബെൽ അടിക്കുമ്പോൾ തുറക്കും ചെയ്യും. അപ്പോൾ ഇവനെ കുളിച്ച് കയറി വന്ന കോലമല്ലേ. അപ്പോൾ ഇത് കാണുമ്പോൾ സെന്നിനാണെങ്കിൽ സഹിക്കുന്നില്ല. കാരണം വിറ്റിയാണെങ്കിൽ ഇവനെ കണ്ടിങ്ങനെ അതിശയിച്ച് നോക്കി വെക്കുക. അപ്പോഴേ സെന്നി ഇവിടെ കണ്ണൊക്കെ പൊത്തിയിട്ട് പറയുന്നത്, നാണം ഉണ്ടോ ബൈ നിങ്ങൾക്ക്? ഒരാൾ കോളിംഗ് ബെൽ അടിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയാണോ വാല് തുറക്കുന്നത്? എത്ര ശുദ്ധമായ കണ്ണാന്നറിയാം എൻ്റെ വിറ്റയുടെ, നീ എന്തിനാ അത് അശുദ്ധമാക്കിയെന്നൊക്കെ പറഞ്ഞിട്ട് സെന്നെ അവിടെ കിടന്ന് ഭയങ്കര പ്രോബ്ലം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അപ്പം നമ്മുടെ പയ്യ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ വിറ്റയുടെ അകത്ത് കയറാൻ പറഞ്ഞിട്ട് നമ്മുടെ സെന്നെ അകത്ത് കയറാൻ നിൽക്കുമ്പോൾ അവനെ കയറാൻ സമ്മതിക്കത്തില്ല. അവൻ പറഞ്ഞു, അയ്യൊന്നും ശരിയാവത്തില്ല, നിങ്ങൾ രണ്ടുപേരും ഒറ്റയ്ക്ക് പോയൊന്നും ശരിയാവത്തില്ല എന്നൊക്കെ സെന്ന് പറയുന്നുണ്ട്. എന്നാലും നമ്മുടെ ബൈ വന്നിട്ട് നമ്മുടെ സെന്നിൻ്റെ കോട്ടൊക്കെ വലിച്ചൂരി വാങ്ങിച്ചിട്ട് അവനത് ഇട്ടിട്ട് നമ്മുടെ സെന്നിനെ പുറത്താക്കിയിട്ട് വാതിലങ്ങ് അടയ്ക്കുക. എന്നിട്ടാണ് ഇവൻ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനായിട്ട് പോകുക. ആ സമയത്ത് വിറ്റകത്ത് കയറി നോക്കുന്ന സമയത്ത് ബദ്ലേൻ്റെ കൂടെ ഇവൻ പോലീസുകാരായി നിന്ന സമയത്തും എടുത്തൊരു ഫോട്ടോ ഉണ്ട്. അതിലാണെങ്കിൽ നമ്മുടെ ബൈ നന്നായി ചിരിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ നോക്കിക്കൊണ്ടിരുന്ന സമയത്ത് നമ്മുടെ ബൈ ആണെങ്കിൽ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വരും കേട്ടോ. അപ്പോൾ വിറ്റ പറയാണ്, നിങ്ങൾക്ക് ഇതുപോലെ ചിരിച്ചുകൂടെ, ഇപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ചിരിച്ചുകൂടെ, അതൊക്കെ ആലോചിച്ച് ഇങ്ങനെ സാഡ് അടിച്ചിക്കേണ്ട കാര്യമില്ല എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ നമ്മുടെ ബൈ പറയണേ, ഞാൻ ചിരിക്കാം, പക്ഷെ അത് എൻ്റെ കല്യാണത്തിന് നീ വരുമ്പോഴായിരിക്കും എന്ന് പറയാം കേട്ടോ. പക്ഷെ ഈ മന്ദബുദ്ധി വിറ്റയ്ക്ക് അവനെന്തോ ഉദ്ദേശിച്ചെന്ന് മനസ്സിലായില്ല. ആൾ പറയണേ, ഓ അപ്പം നിങ്ങൾക്ക് ഓൾറെഡി ഗേൾ ഫ്രണ്ട് ഉണ്ടല്ലേ എന്ന് വിറ്റിയും ചോദിക്കാം. അപ്പം നമ്മുടെ ബൈ, ഈ മന്ദബുദ്ധിക്ക് ഇതുവരെ മനസ്സിലായില്ല. എന്നിട്ടാണെങ്കിൽ അവർ ചെന്നിരുന്നിട്ട് കേസിൻ്റെ കാര്യം സംസാരിക്കാൻ തുടങ്ങുക. അപ്പോൾ നമ്മുടെ വിറ്റ ഇങ്ങനെ കാണിക്കുവാണ്, ഇത് കണ്ടില്ലയോ, നമ്മൾ പറഞ്ഞില്ല താനം, അയാളുടെ ഹൈറ്റ് അതുപോലെ അയാളുടെ ഫേഷ്യൽ സ്ട്രക്ചറുള്ള ഒരാൾ തന്നെയാണ് ആ ഒരു പെങ്കൊച്ചിന്, ആ ലീന എന്ന് പറയുന്ന പെങ്കൊച്ചില്ലേ, അത് വിളിച്ചുകൊണ്ട് പോയിരിക്കുന്ന ആ ഒരു സെക്യൂരിറ്റി ഫുട്ടേജ് കാണിച്ചു കൊടുക്കുക. ഇവർക്ക് വലിയൊരു വഴിത്തിരിവാണ് ആ കേസിൽ. അപ്പോൾ ഇതിനെപ്പറ്റി ഇവർ സംസാരിച്ചിട്ടും ലാസ്റ്റ് വന്നിട്ട് നമ്മുടെ ബൈ ആണെങ്കിൽ ഇവളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. വിറ്റ തിരിയുമ്പോഴും ഇവള് വന്നിട്ട് നേരെ ബൈൻ്റെ മുഖത്ത് നോക്കുന്നത്. അപ്പോൾ രണ്ടുപേരും ഐസ് ടു ഐസ് മീറ്റ് ചെയ്യുന്ന സമയത്ത് വിറ്റയ്ക്ക് എന്തോ പോലെയായിട്ട് ഹാർട്ട് ബീറ്റൊക്കെ കൂടുക. അപ്പോൾ അവൾ പറയണേ, അത് എന്തോലും കേസിൻ്റെ കാര്യം സംസാരിച്ചില്ലേ, ഞാൻ എന്നാൽ പോട്ടേന്ന് പറഞ്ഞിട്ട് ഒന്ന് വെപ്രാളപ്പെട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോവാണ്. എന്നിട്ട് നമ്മുടെ ലിങ്ങിനാണെങ്കിൽ നമ്മുടെ മിങ്ങിനെ കണ്ടില്ലെങ്കിൽ സഹിക്കത്തില്ല. കാരണം വെച്ചാൽ ലിങ്ങിനെന്ന് വെച്ച് കഴിഞ്ഞാൽ മിങ്ങിനെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷെ അത് ഒന്ന് തുറന്നു വരാനുള്ള ധൈര്യമൊന്നും അവനില്ല. അപ്പോൾ അവൻ അവളെ കാണാത്തോണ്ട് വിളിച്ചു ചോദിക്കുന്ന സമയത്ത് അവൾ പറയുകയാണ്, ഞാൻ ഇങ്ങനെ ഒരു ബാറിലാന്ന് പറഞ്ഞിട്ട് അവൾ വേഗം ഫോൺ കട്ട് ചെയ്യാം. അപ്പോൾ കേസിൻ്റെ കാര്യം അവൾ ഒറ്റയ്ക്ക് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനാണ് പോയിരിക്കുന്നത്. കാരണം തനയുമായിട്ട് ഇവൾക്ക് എന്തോ ഒരു റിലേഷനുണ്ട്, അതെന്താണെന്നുള്ളത് ഇപ്പോൾ നമുക്ക് പറയുന്നില്ല. അപ്പോൾ ഇവളവിടെ ഇരുന്ന് ഇങ്ങനെ നോക്കുക കേട്ടോ. അപ്പോൾ അവിടെ പിങ്ക് എന്ന് പറയുന്നൊരു പെങ്കൊച്ചിൻ്റെയാണ് പ്രോഗ്രാമൊക്കെ വരുന്നത്. ആ സമയത്ത് ഇവളുടെ അടുത്തൊരു ചെറുക്കനെ അപ്രോച്ച് ചെയ്തിട്ട് പറയുകയാണ്, നീ എൻ്റെ കൂടെ ഡ്രിങ്ക്സ് ഒക്കെ കഴിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഇവളുടെ കണ്ണ് തരുന്ന സമയത്ത് അതിനകത്ത് എന്തോ ഒരു പൊടി അങ്ങാണ്ട് കലർത്തും. എന്നിട്ട് ഇവൾക്ക് കുടിക്കാനായി കൊടുക്കുക. ആ സമയത്ത് ചായ എന്ന് പറയുന്ന ഒരാൾ, അയാൾ അങ്ങോട്ട് വന്നിട്ട് പറയുകയാണ്, നീ ഇത് കുടിക്കരുത്, കാരണം ഇവൻ ഇതിനകത്ത് എന്തോ ഒരു ഡ്രഗ്സ് കലർത്തിയിട്ടുണ്ട്, ഇത് കുടിച്ചു കഴിഞ്ഞാൽ ഇവൻ നിന്നെ സെഡ്യൂസ് ചെയ്യാനുള്ള പരിപാടിയാണെന്നൊക്കെ പറയുന്ന സമയത്തും നമ്മുടെ മിങ്ക് പിന്നെ ഒന്ന് വാങ്ങിച്ചു കൊടുക്കുകയില്ല. അപ്പോൾ അവനെ അങ്ങനെ നാറ്റിച്ച് അവിടെ നിന്ന് വിടുവാണ് മറ്റേ ഒരു ചെറുക്കനെ. എന്നിട്ട് ചായനുമായിട്ട് സംസാരിക്കാൻ തുടങ്ങുക കേട്ടോ. അപ്പോൾ നമ്മൾ മിങ്ങി ചോദിക്കുന്നത്, നിനക്ക് എങ്ങനെ അറിയാം ഇങ്ങനെ കലർത്തി എന്ന് പറയുന്ന സമയത്ത് ഈ ചായം പറയണേ, ആക്ച്വലി എനിക്ക് വന്ന് കയറിയപ്പോൾ തന്നെ നിൻ്റെ അടുത്ത് എനിക്കൊരു ഇമ്പ്രഷൻ ഉണ്ടായിരുന്നു, വന്ന് സംസാരിക്കണം എന്നുണ്ടായിരുന്നു, പക്ഷെ അതിനുള്ള ധൈര്യമില്ലായിരുന്നു. പക്ഷെ ഇങ്ങനൊരു സംഭവം നേരിട്ട് കണ്ട് എങ്ങനെയാണ് പറയാതിരിക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ വന്ന് പറഞ്ഞത്. പിന്നെ എനിക്ക് നല്ല വൃത്തിയായിട്ട് അറിയാം നിനക്ക് വന്ന് ഒറ്റയ്ക്ക് ഇരിക്കാൻ ഇഷ്ടപ്പെടുന്ന നല്ല സോളിറ്റ്യൂഡ് ആയിട്ടുള്ളൊരു വിമണ നീന്നും. അവിടെ നിനക്ക് ഞാൻ ഡ്രിങ്ക്സ് ബുക്ക് ചെയ്താന്ന് പറഞ്ഞിട്ട് ഡ്രിങ്ക്സ് ഇവൾക്ക് വാങ്ങിച്ചു കൊടുത്തിട്ട് അവൻ അവിടെ നിന്ന് മാറിപ്പോവാട്ടോ. അപ്പം ഇങ്ങനെ അവൻ്റെ മേലൊരു ചെറിയൊരു ഇമ്പ്രഷനൊക്കെ വരുന്നുണ്ട്. പക്ഷെ ഇവള് ഈ ഡ്രിങ്ക്സ് കഴിക്കുന്നൊക്കെ തനാന്ന് പറയുന്ന ഒരാളുണ്ടല്ലോ, അത് അവിടെ നിന്ന് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നിട്ടാണെങ്കിൽ ഇവളോട് നിന്ന് ഇറങ്ങി പോകുന്ന സമയത്തുണ്ടല്ലോ വേറെ ഒരു പെങ്കൊച്ചിന് ഈ ഡ്രഗ്സ് കലർത്തിയ ആ ഒരു ജ്യൂസ് എങ്ങാണ്ട്, ആ ഒരു ആൽക്കഹോൾ എങ്ങാണ്ട് ആ ഒരു ചെറുക്കൻ കൊടുത്തു തോന്നുന്നു. അപ്പോൾ അവൻ്റെ ടീംസും എല്ലാവരും കൂടിയിട്ട് ആ പെണ്ണിൻ്റെ പിന്നാലെ ഫോളോ ചെയ്ത് നോക്കുന്നു. ഇവള് നോക്കുമ്പോഴാണെങ്കിൽ ആ ചായ എന്ന് പറയുന്ന ആ ചെറുക്കനെ ഇടിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ ഇവൾക്ക് അത് സങ്കടമായിട്ട് ഇവളാണെങ്കിൽ ആ ചെറുക്കനെ മാനേജ് ചെയ്തിട്ട് എടുത്തുകൊണ്ട് പോവുക. മാത്രമല്ല ക്യാബ് വിളിച്ച് ഇവള് തന്നെയാണ് കൊണ്ടുപോയിട്ട് വിടുന്നത്. പക്ഷെ ഇവരിങ്ങനെ വണ്ടി കയറി ക്യാബിൽ പോകുന്നതെല്ലാം തന്നെ നമ്മുടെ ലിങ്ക് അവിടെ നിന്ന് കാണുന്നുണ്ട്. ലിങ്ക് ആക്ച്വലി മിങ്ങിൻ്റെ സേഫ്റ്റിക്ക് വേണ്ടിയാന്ന് തോന്നുന്നു അങ്ങോട്ട് വന്നത്. ഇതേ സമയം ഒരു കാറിനകത്ത് കാണിക്കും കേട്ടോ. കാറിനകത്ത് ഏതോ ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരാൾ, ഈ മറ്റേ പിങ്ക് എന്ന് പറയുന്ന ഒരു പെണ്ണില്ലേ, അവൾ അവിടെ സെക്ഷുവലായിട്ട് ഇൻ്റർകോഴ്സിൽ ഏർപ്പെട്ടിട്ടും അവൾ വന്ന് പോയ്സണിങ് ആയിട്ട് അവൾ മരിച്ചു പോകുന്നുണ്ട് കേട്ടോ. എന്നിട്ടാണെങ്കിൽ മിങ് തിരിച്ച് അവളുടെ വീട്ടിലെത്തി കേട്ടോ. അപ്പോൾ വീട്ടിലെത്തുന്ന സമയത്ത് ചായന് ഇവള് നമ്പർ കൊടുത്തെന്ന് തോന്നുന്നു. ചായ മെസ്സേജ് അയച്ചേക്കുവാണ്, നീ എങ്ങനെയാണോ, ഓക്കെ ആണോ, വീട്ടിലെത്തിയില്ലേ, സേഫ് അല്ലേ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് പറയണം, നീ എൻ്റെ കാര്യം അന്വേഷിക്കാതെ നിനക്കല്ലേ മുറിവ് പറ്റിയേ, ഓയിൽമെൻ്റ് ഒക്കെ കറക്റ്റ് ഇടണമെന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ ഗുഡ് നൈറ്റ് ഒക്കെ പറഞ്ഞിട്ട് മെസ്സേജ് ഒക്കെ എൻഡ് ചെയ്യും കേട്ടോ.
എന്നിട്ടാണെങ്കിൽ അവിടുന്ന് സീൻ കട്ടായി കാണിക്കുവാണ്. അന്ന് രാത്രി തന്നെ ഈ ഒരു പെങ്കൊച്ചു മരിച്ചില്ലയോ മറ്റേ പിങ്കെന്ന്, അവളുടെ ഡെഡ് ബോഡി വന്ന് ഇച്ചിരി ഗാർബേജ് ബാഗുകളൊക്കെ കിടക്കുന്നതിൻ്റെ ഇടയിൽ കിട്ടിയിട്ട്. മാത്രമല്ല ഫസ്റ്റത്തെ ആ ഒരു കേസിന് കുറച്ച് ഡിഫറൻറ്റ് ഉണ്ട്, കൈയൊക്കെ നല്ലപോലെ മുറുക്കിയാണ് കെട്ടിയിട്ടേക്കുന്നത്. അപ്പോൾ ഇതെല്ലാം വന്ന് ഇവർ കണ്ടുകൊണ്ടിരിക്കുക. ആ സമയത്ത് മിങ്ങും അങ്ങോട്ട് വരുന്നുണ്ട്, ചീഫ് അവിടെയുണ്ട്. അപ്പോൾ ചീഫാണെങ്കിൽ ഭയങ്കരമായിട്ട് പറഞ്ഞിട്ട് കാണും, പ്രസ്സുകാർ ഇത് എടുത്തിട്ട് തല വെക്കുന്നതിന് മുമ്പ് വേഗം ഈ ഒരു കേസ് സോൾവ് ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് ചീഫ് അവിടെ നിന്ന് പോകും. അപ്പോഴാണ് മിങ്ങ് കയറി വരുന്നത്. ഇനിയാണെങ്കിൽ അവരെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വിറ്റ് വന്ന് പയ്യൻ്റെ അടുത്ത് പറയും, ഇത് ആക്ച്വലി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 2 ക്രിമിനൽസ് ചെയ്തിട്ടുള്ള കാര്യം. ഫസ്റ്റത്തെ കേസ് ചെയ്ത ആളല്ല സെക്കൻഡ് കേസ് ചെയ്തേക്കുന്നത്. കാരണം ഫസ്റ്റത്തെ ഉള്ള ആ ഒരു കെട്ടൊക്കെ എന്ന് വെച്ചാൽ ലൂസായിരുന്നു, പക്ഷേ സെക്കൻഡ് കെട്ട് ഇച്ചിരി സിഗ്നേച്ചർ ആയിട്ടുള്ള കെട്ടാണ്. അപ്പോൾ 2 പേര് കൂടിയായിരിക്കണം ചെയ്തിരിക്കുന്നത്, ഒരാളാവാനുള്ള ചാൻസ് ഇല്ലെന്നൊക്കെ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കാം. എന്നിട്ടാണെങ്കിൽ പിറ്റേന്ന് ഇവർ വന്ന് മീറ്റിംഗ് റൂമിൽ കൂടിയിട്ട് ഈ ഒരു കേസിനെ പറ്റി ഡിസ്കസ് ചെയ്യാൻ തുടങ്ങുന്ന സമയത്തും ആദ്യം തന്നെ ബൈ വന്ന് വിറ്റിയുടെ അടുത്ത് നമ്മുടെ സെന്നിനെ പറ്റിയുള്ള കാര്യങ്ങളും അവൻ എവിടെയായിരുന്നു എന്ന് ചോദിക്കുന്ന സമയത്ത് വിറ്റ് പറയണം, ആക്ച്വലി അവൻ ഇന്നലെ രാത്രി ഈ ഒരു മർഡർ കാണുന്ന സമയത്തും അവനെ ഞാൻ വീഡിയോ കോൾ ചെയ്തായിരുന്നു എന്ന് പറയാട്ടോ. അപ്പോൾ എല്ലാവരും അതിശയിച്ച് നോക്കി, രാത്രി വീഡിയോ കോൾ ചെയ്തു. അപ്പോൾ അവൻ്റെ ബെഡ്റൂമിൽ വെച്ചിട്ട് അവൻ എന്നെ വീഡിയോ കോൾ ചെയ്തതെന്ന്. അപ്പോൾ നമ്മുടെ ബൈ പറയാണ്, നീ ഒന്നും പറയണ്ട, മതി നിർത്ത്, നിൻ്റെ അടുത്ത് ഞാൻ എന്തോ പറഞ്ഞു, അപ്പോൾ എല്ലാ കാര്യങ്ങളും റിപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ലേ, നീ എന്താ അത് ചെയ്യാഞ്ഞെന്ന് പറഞ്ഞ സമയത്ത് നമ്മുടെ വിറ്റ പറയാണ്, ഈ ഒരു ഫ്യൂട്ടേജ് കിട്ടിയത് തന്നെ സെനിൻ്റെ ഹെൽപ്പോട് കൂടിയാണ്, മനസ്സിലായോ. അപ്പോൾ പിന്നെ അവന് എന്നെ വീഡിയോ കോൾ ചെയ്തപ്പോൾ താങ്ക്സ് പറയാൻ വേണ്ടി ഞാൻ അത് അറ്റൻഡ് ചെയ്തെന്ന് പറയാം കേട്ടോ. അപ്പോൾ ഇവരെല്ലാവരും അതിശയിച്ച് നോക്കുക. ബൈ പറയാൻ മതി ഇനി ഒന്നും പറയാൻ നിൽക്കണമെന്ന് പറയുന്ന സമയത്ത് വിറ്റ പറയാണ്, ഞാൻ പറഞ്ഞു തുടങ്ങിയില്ല, അതൊന്ന് പൂർത്തീകരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഫുള്ള് പറയണം. ആക്ച്വലി സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ സെന്നി വന്ന് ഇവർ വീട്ടിൽ നിന്ന് പുറത്തുനിന്ന് പോയിട്ടൊന്നും കാണത്തില്ല. അവിടെ ബൈ വന്നിട്ട് ഇവളെ വന്ന് കൊണ്ടാക്കാനായിട്ട് ഇറങ്ങിക്കാണോ കേട്ടോ. ആ സമയത്ത് സെന്നി പുറത്തുള്ളതുകൊണ്ട് അവനെ ആദ്യം കൊണ്ടാക്കാനായിട്ട് പോകണം. അപ്പോൾ അവനെ കൊണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം ഇവർ രണ്ടും കൂടിയിട്ട് 3 മണി വരെ കണ്ട് ഹാങ് ഔട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ കാര്യമൊക്കെ പറയുമ്പോൾ അവിടെ ഉള്ളവരൊക്കെ ഭയങ്കര അടിച്ചിരിക്കുക, അപ്പോൾ നിങ്ങൾക്ക് 2 പേർക്കും ഹാങ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും അല്ലേ സെന്നിനെ കൊണ്ടാക്കുക എന്നുള്ള പേരിൽ നമ്മുടെ ബൈ അവിടെ നിന്ന് ഇറങ്ങിയെന്ന് പറഞ്ഞിട്ട് ഇവർ ഭയങ്കര ടീസി. അത് കഴിഞ്ഞിട്ട് ഇവർ കേസിൻ്റെ കാര്യം ഡിസ്കസ് ചെയ്യാനായിട്ട് തുടങ്ങും. അപ്പോൾ ബൈ ഇങ്ങനെ പറയുവാണ്, ആക്ച്വലി വന്നിട്ട് ഫസ്റ്റ് വിറ്റ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റും സെക്കൻഡും ഇതാണ്, മാത്രമല്ല ഇപ്പോൾ ഞങ്ങൾക്ക് ഒരു ഫൂട്ടേജ് കിട്ടിയില്ല, അതിലുള്ള ചെറുക്കൻ തന്നെ ആവാനുള്ള ചാൻസ് ആണെന്ന് പറയുന്ന സമയത്ത് മിങ് അതിനെ എതിര് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ലാസ്റ്റ് ബൈ പറയണം, ഓക്കെ മിങ്ങി നിനക്ക് വന്നിട്ട് ഇത് വന്നിട്ട് നീ ഓക്കെ അല്ലെങ്കിൽ പിന്നെ വന്നാൽ മതി, നീ പോയി ഒന്ന് റെസ്റ്റ് എടുക്കുന്ന പറഞ്ഞിട്ട് മിങ്ങനോടൊന്ന് പറഞ്ഞിട്ടുണ്ട്. മിങ്ങാണെങ്കിൽ നേരെ വാഷ്റൂമിൽ ചെന്ന് വൊമിറ്റ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. അപ്പോൾ ഇവളാണ് ഇത് പറയണത്, തന്നെ നീ 3 വർഷമായിട്ട് ജീവനോടെ ഉണ്ടെങ്കിൽ നീ എന്താ ഒരിക്കൽ പോലും എന്നെ മീറ്റ് ചെയ്യാനായിട്ട് വരാഞ്ഞെന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങോട്ട് വിറ്റ പക്ഷെ അതൊന്നും കേട്ടില്ലെന്ന് തോന്നുന്നു. എന്നിട്ട് അവളാണെങ്കിൽ ഒരു ടിഷ്യൂ ഒക്കെ എടുത്ത് കൊടുക്കുവാണ്, ഇവൾ വൊമിറ്റ് ചെയ്ത് നിൽക്കുമല്ലേ. എനിക്ക് എന്ത് പറ്റിയെന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മുടെ മിങ്ങ് പറയാണ്, ഞാൻ ഇന്നലെ ഇച്ചിരി ഡ്രിങ്ക്സ് കഴിച്ചായിരുന്നു, അതിൻ്റെ ഞാൻ തോന്നുന്നു ഞാൻ ഇച്ചിരി ഓക്കെ അല്ല, ഇച്ചിരി കഴിയുമ്പോൾ ഓക്കെ ആയിക്കോളും എന്നുള്ള രീതിക്കൊക്കെ പറഞ്ഞിട്ടും വിറ്റ് അവിടെ നിന്ന് പോരുവാണ്. വിറ്റ് നേരെ പോകുന്ന അവിടെ പയ്യനെ കാണാനാണ്. എന്നിട്ടാണ് ഈ വിറ്റ് വന്ന് പയ്യനെ കണ്ടിട്ട് പറയണം, അതൊന്നും അല്ല, മിങ്ങ് വന്ന് ഇന്നലെ ഇച്ചിരി ഡ്രിങ്ക്സ് കഴിച്ചായിരുന്നു, അതുകൊണ്ട് അവളിങ്ങനെ പ്രശ്നം കുറച്ച് കഴിഞ്ഞാൽ അവൾ ഓക്കെ ആയിരിക്കും എന്ന് പറയണം. ആ സമയത്ത് നമ്മുടെ സെന്നി വന്നിട്ട് നാളെ വിറ്റയെ വിളിക്കുവാണ്. എന്നിട്ട് പറയണം, നിനക്ക് ടൈമായി, നീ എന്താ വരാത്ത, എന്നെ പിക്ക് ചെയ്യാൻ വാ, എന്നെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ നീ വരുന്നില്ലയോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവനിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മുടെ ബൈക്ക് കാര്യം മനസ്സിലായി സെന്നാന്ന്. അപ്പോൾ ഇവൻ നേരെ വാങ്ങിയിട്ട് പറയണം, ഇനി തൊട്ട് ആൾ വരത്തില്ല, കാരണം നീ ഇപ്പോൾ സസ്പെക്റ്റ് ഒന്നുമില്ല, നീ ഇപ്പോൾ ഫ്രീ ആണ്, കുഴപ്പമൊന്നുമില്ലെന്ന് പറയാം കേട്ടോ. അപ്പോൾ പറയണം, എനിക്ക് വിറ്റെടുത്തൊരു കാര്യം പറയണമെന്ന് പറയുന്ന സമയത്ത് ഇവനാണെങ്കിൽ നേരെ സ്പീക്കർ ഇടുക. എന്നിട്ട് വിറ്റെടുത്ത് പറയണം, വിറ്റ നീ എൻ്റെ അടുത്ത് പ്രോമിസ് ചെയ്താണ് ഡേറ്റിന് വരാമെന്ന്, ഇന്ന് വന്നേ പറ്റുള്ളൂ, ഞാൻ താണ്ടി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടെന്നൊക്കെ പറയാം കേട്ടോ. എന്നിട്ടാണെങ്കിൽ അവ ഇടിച്ച് കയറിയിട്ട് ആ ഒരു റൂമിക്ക് ആ ഒരു ഓഫീസ് റൂമിലേക്ക് വരാൻ നിൽക്കുന്ന സമയത്തും ബാക്കി ഇതൊന്നും സമ്മതിക്കുന്നില്ല. പക്ഷെ ഒരു പ്രശ്നം അതല്ല, ചീഫ് ഇവനെ കാണാനായിട്ട് വിളിപ്പിച്ചിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ബൈക്ക് പോയേ പറ്റത്തുള്ളൂ, ഇത് തടയാനും പറ്റത്തില്ല. ലാസ്റ്റ് ബൈ അവിടെ നിന്ന് പോകാം കേട്ടോ. നമ്മുടെ വിറ്റിയും കൂട്ടിയിട്ടും നമ്മുടെ സെന്നെ അവിടെ നിന്ന് ഇറങ്ങുകയും ചെയ്യാം. എന്നിട്ട് മറ്റേ ചീഫ് വന്നിട്ട് നമ്മുടെ ബൈൻ്റെ അടുത്ത് പറയണം, എനിക്കറിയാം നിനക്ക് ലൂഗറിൻ്റെ കേസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷെ ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, നീ വന്ന് ലൂറിൻ്റെ കേസ് നോക്കാം വേണ്ടെന്ന് ഞാൻ പറഞ്ഞു, പക്ഷേ ഈ പോയ്സൺ കേസ് പെട്ടെന്ന് സോൾവ് ചെയ്യേ, അത് ഭയങ്കര അർജൻറ്റാണ്, അത് കഴിഞ്ഞിട്ട് നീ ലൂറിൻ്റെ കേസ് നീ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ബൈനെ അവിടെ നിന്ന് വിടാറുണ്ട്. ഈ ബൈ ഇവിടെ വരുന്ന സമയത്ത് ഇവർ 2 പേരും പോയല്ലോ, ഇവിടുന്ന് ഇറങ്ങിപ്പോയല്ലോ. അപ്പോൾ ഇവർ കാറിൽ കയറുന്നേ ഉള്ളൂ. അപ്പോൾ ബൈ പറയുകയാണ്, എടാ നീ എവിടെയാണെങ്കിലും അപ്പോൾ എനിക്ക് അപ്ഡേറ്റ് തരണം, റിപ്പോർട്ട് തരണം എന്നൊക്കെ പറയാം. അപ്പോൾ വിറ്റിയും നമ്മുടെ സെന്ന് കാണാതെ നൈസിന് ശരി ഓക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് റിപ്ലൈ കൊടുക്കുന്നുണ്ട്. പിന്നെ ഇവളാണെങ്കിൽ പോകുന്ന സ്ഥലമൊക്കെ വന്ന് ബൈക്ക് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ഇവർ ചെല്ലുന്നത് വേറെ എങ്ങോട്ടല്ല, നമ്മുടെ ബൈ അതുപോലെ വിറ്റ ഫസ്റ്റ് മീറ്റ് ചെയ്തൊരു മ്യൂസിയം അല്ലേ, അങ്ങോട്ടാണ് നമ്മുടെ സെന്ന് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇവിടെ ഇറങ്ങിയപ്പോൾ തൊട്ടേ നമ്മുടെ വിറ്റയ്ക്ക് വന്ന് നമ്മുടെ ബൈൻ്റെ മെമ്മറീസ് ആട്ടോ, അവനെ കണ്ടുമുട്ടിയത്, അവൻ വന്ന് ഇവളെ വാ പൊത്തിയത്, അതുപോലെ തന്നെ ചെന്ന് അകത്ത് കയറി നാഗമാണിക്ക് കാണുന്ന സമയത്ത് ഇവർ 2 കൂടിയിട്ട് ആ ഒരു
സ്മോക്ക് ബോംബ് പൊട്ടിയപ്പോൾ രണ്ടുപേരും കൂടി താഴെ ഇടുന്നപ്പോൾ ആ ഒരു മെമ്മറീസ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ വരും. അപ്പോൾ ഇവളതൊക്കെ കണ്ട് ചിരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സെന്നെ ചോദിക്കുക, അല്ല നിനക്ക് എന്താ ഈ പ്ലേസിൽ വന്നപ്പോൾ ഭയങ്കര ഹാപ്പി ആണല്ലോ നീ എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ ബൈ പിന്നെ എന്നിട്ട് പറഞ്ഞു, അവളെ എങ്ങനെ ഹാപ്പി ആവാതിരിക്കുന്നത്, കാരണം ഞങ്ങൾ രണ്ടുപേരും ഫസ്റ്റ് മീറ്റ് ചെയ്ത് ഇവിടെ വെച്ചല്ലേ എന്ന് പറഞ്ഞിട്ടും ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ചിരിച്ചിരിക്കുന്നു കേട്ടോ. സെന്നാണെങ്കിൽ പാവം, അവൻ കൊണ്ടുവന്നത് അവൻ്റെ കൂടെ ഡേറ്റിങ്ങിനാണ്. പക്ഷെ സത്യം പറഞ്ഞത് ഇവർക്കൊരു ചാൻസ് കൊടുത്ത പോലെ അവസ്ഥ. അങ്ങനെ എന്നിട്ട് പറയാണ്, നീ പെട്ടെന്ന് വന്നേ, അർജൻറ്റ് നമുക്കൊരു കേസിൻ്റെ കാര്യത്തിൽ പോകാനുണ്ടെന്ന് പറയുന്ന സമയത്തും നമ്മുടെ വിറ്റ് അവിടെ നിന്ന് പോകാൻ നിൽക്കും കേട്ടോ. അപ്പം നമ്മുടെ സെൻ കൈ പിടിച്ച് പോകില്ലേ എന്ന് പറയും. ആ ടൈമിൽ കറക്റ്റ് വന്ന് മിങ്ങ് വിളിച്ചിട്ടും നമ്മുടെ ബൈൻ്റെ അടുത്ത് പറയണത് താണ്ടെ ഏകി എണീറ്റ് അവനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ വരാൻ പറയണം. അപ്പോൾ എടുത്തുകൊണ്ട് നമ്മുടെ ബൈ പറയണം, നീ വേഗം വാ, ഏകി എണീറ്റ് നമുക്ക് ഹോസ്പിറ്റലിൽ പോയേ പറ്റുമെന്ന് പറയുന്ന സമയത്ത് നമ്മുടെ വിറ്റ് പറയണം, സോറി സെൻ ഞാൻ പിന്നെ വരാൻ, കാരണം ഇപ്പോൾ അത് ഇത്തിരി അത്യാവശ്യമാണെന്ന് പറഞ്ഞിട്ടും ഇവർ രണ്ടുപേരും കൂടി ഏകിനെ കാണാനായിട്ട് അവിടെ നിന്ന് പോവാണ്. എന്നിട്ടാണെങ്കിൽ നമ്മുടെ വിറ്റ ബൈ രണ്ടുപേരും കാറിൽ കയറി പോകാൻ നിൽക്കും കേട്ടോ. അപ്പോൾ ഇവൾക്ക് സീറ്റ് ബെൽറ്റ് ഇടാൻ പറ്റുന്നില്ല. ആ സമയത്ത് ബൈ സീറ്റ് ബെൽറ്റ് ഇടുന്ന സമയത്ത് ഇവളുടെ നല്ല ക്ലോസ് ആയിട്ട് വരും കേട്ടോ. അപ്പോൾ ആ സമയത്ത് നമ്മുടെ വിറ്റയ്ക്കാണെങ്കിൽ എന്ത് വേണമെന്നുണ്ടോ അത്രയും ക്ലോസിൽ അവർ ഇരിക്കുന്നത്. എന്നിട്ടാണെങ്കിൽ ബൈ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ട് മാറുന്ന സമയത്ത് ഇവളുടെ ഹാർട്ടാണെങ്കിൽ വല്ലാതെ ഇടിക്കുന്നു. അപ്പോൾ അവർ വന്നിട്ട് അങ്ങനെ ഒരു റൊമാൻറ്റിക് മൊമെൻ്റ് അവിടെ വെച്ച് സ്പെൻഡ് ചെയ്യുവാണ്. അത് കഴിഞ്ഞിട്ട് ഇവർ വന്നിട്ട് നേരെ പോകുന്നത് ആ ഒരു ഹോസ്പിറ്റലിലേക്ക് കേട്ടോ. ഹോസ്പിറ്റലിൽ ചെല്ലുന്ന സമയത്ത് ഇവർ ലിഫ്റ്റ് കയറാൻ നിൽക്കുന്ന സമയത്ത് ഭയങ്കര മിസ്റ്റീരിയസ് ആയിട്ടുള്ളൊരു ഡോക്ടർ ഇറങ്ങിപ്പോകുന്നു. അപ്പോൾ ഈ ഡോക്ടറെ കണ്ട ഉടനെ നമ്മുടെ വിറ്റയ്ക്കും ബൈക്കും ഡൗട്ട് അടിച്ചിട്ടും ഇയാളെ പിന്നാലെ ഫോളോ ചെയ്ത് പോകും. അപ്പോഴേക്കും വേറെ ഒരു ഡോക്ടറും നേഴ്സും എല്ലാം കൂടി ഇടയിൽ കയറി വരുന്നുണ്ട്. ആ ഒരാളില്ല, ആ ഒരു സസ്പെക്റ്റ്, ഇവർക്ക് ഡൗട്ട് തോന്നിയ ആൾ മിസ്സായി പോകുക. എന്നിട്ടാണ് ഇവർ കയറി നോക്കുന്ന സമയത്ത് അതിനകത്ത് മിങ്ങില്ല, പകരം എയ്ഗാണെങ്കിൽ മരിച്ചു കിടക്കുന്നത്. ബൈയുടെ ആകെ ഒരു പ്രതീക്ഷ ചെയ്യുകയായിരുന്നു, അവൻ എന്തെങ്കിലും ആൻസർ പറഞ്ഞാൽ ലൂക്കറിനെ പറ്റി കണ്ടുപിടിക്കാന്ന് വെച്ചിട്ടാണ് നമ്മുടെ ബൈ ഇരുന്നത്. പക്ഷെ അതിനിപ്പോൾ നടക്കത്തില്ലോ. മിങ് കയറി വരുന്ന സമയത്ത് ഭയങ്കരമായിട്ട് വഴക്ക് പറയും. അപ്പം മിങ് പറയണം, ഇങ്ങനെ എനിക്കൊരു കോള് വന്നെന്ന് നേഴ്സ് പറഞ്ഞായിരുന്നു, ഞാനിത് പോയി നോക്കിയപ്പോൾ കോള് കട്ടായിപ്പോയി, അപ്പോൾ ഞാൻ തിരിച്ച് വന്നേ ഉള്ളൂ, അപ്പോഴേക്കും ഇതൊക്കെ സംഭവിച്ചതുകൊണ്ട് മിങ്ങനെ എന്തോ വേണമെന്ന് അറിയാത്ത അവസ്ഥ അവളെ നിൽക്കുക. അപ്പം ബൈ ആണെങ്കിൽ ഇവളടുത്ത് കുറേ ഇവളെ മേല് വഴക്ക് പറഞ്ഞിട്ട് ബൈ ഒരു ഭാഗത്ത് ചെന്ന് നിൽക്കുക. കാരണം അവൻ അത്രയും അങ്ങ് പ്രഷറും അതുപോലെ ടെൻഷനായി പോയി. അവൻ്റെ അവസാനത്തെ ഒരു പ്രതീക്ഷ എന്നൊക്കെ പറയത്തില്ല, അതുപോലെ തന്നെ. അപ്പം നമ്മുടെ വിറ്റിയാണെങ്കിൽ ചെന്നതിനെ ആശ്വസിക്കുക, അത് കുഴപ്പമില്ല, ഈ ഒരു എയ്ക്ക് പോയാൽ 2 or 3 എയ്ക്ക് വരും, നീ അതൊന്നും കാര്യമാക്കണ്ട, പിന്നെ നിനക്ക് ഞാനില്ലയോ എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മുടെ ബൈ പറയണം, ഒരു കാര്യം ചെയ്യും, നീ നിക്കിനെ കോൺടാക്ട് ചെയ്തിട്ട് പറയും, ഇവിടുത്തെ റീജിയണൽ പോലീസുകാരെ അറിയണം, അതുപോലെ തന്നെ സെക്യൂരിറ്റി ഫുട്ടേജ് എല്ലാം എടുത്ത് വെക്കാൻ പറയുന്നു പറഞ്ഞിട്ട് ഇവർ പിന്നെ പോകുന്ന മറ്റേ പിങ്ക് എന്ന് പറയുന്നൊരു പെണ്ണുണ്ട് കേട്ടോ. ആ പെണ്ണിൻ്റെ മുറിക്കാണ്. അപ്പോൾ ആ പെണ്ണിൻ്റെ മുറിക്ക് ഇവർ രണ്ടുപേരും മറ്റേ ഗ്ലൗസൊക്കെ ഇട്ടിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനായിട്ട് ആരും അറിയാതെ പോവാണ്. എന്നിട്ടാണെങ്കിൽ ഇവർ രണ്ടുപേരും അതിനകത്തുള്ള എന്തെങ്കിലും പ്രൂഫ് കിട്ടുമോ അല്ലെങ്കിൽ എന്തെങ്കിലും തെളിവ് കിട്ടുമോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരിങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും ഈ വാതിലിന് അവിടെ ആരാണ്ട് എത്തിച്ചു നോക്കുന്ന കാണും. വന്ന് നോക്കുമ്പോൾ അത് വന്നിട്ട് ആ ഒരു ഹോട്ടലിലെ മാനേജറാട്ടാം. അപ്പോൾ അയാൾ ചോദിക്കും, നിങ്ങൾ എന്ത് പരിപാടി കാണിക്കുന്ന, വൃത്തികേടല്ലേ എന്ന് ചോദിക്കുന്ന സമയത്ത് ഇയാൾ പറയാം, അല്ല ആ പെങ്കൊച്ചല്ല, വേറെ ആരാണ്ട് കയറിയത് കണ്ടപ്പോൾ ഞാൻ ചെക്ക് ചെയ്യാൻ വന്നെയാ, മാത്രമല്ല ഇവർ ചോദിക്കുന്നതിൽ രാത്രി എന്തെങ്കിലും സൗണ്ടോ എന്തെങ്കിലും കാര്യങ്ങൾ ഈ റൂമിൽ നിങ്ങൾക്ക് വന്നായിരുന്നു എന്ന് ചോദിക്കുന്ന സമയത്ത് ഈ മാനേജർ പറയാണ്, ആ വന്നായിരുന്നു, ആ പെണ്ണിനാണെങ്കിൽ ഒരു നാണവും മാനൊന്നുമില്ല, എന്ത് സൗണ്ടിലാന്ന് പറയാം അവർ സെക്സ് ചെയ്യുന്നത്, ബാക്കിയുള്ളവരൊക്കെ എന്ത് വിചാരിക്കും, അങ്ങനെയൊന്നും അവർക്കൊന്നുമില്ല. എന്നിട്ട് ഞാൻ ചെന്നിട്ട് ഇവളെ വാണിയപ്പോൾ ഇവള് പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കുന്നു പറഞ്ഞിട്ട് പോയി. അപ്പോൾ നമ്മുടെ ബൈ പറയാം, ഓക്കെ നീ ഈ കാര്യം വന്ന് റിപ്പോർട്ട് കൊടുക്കാവോ എന്ന് പറയും. എന്നിട്ടാണെങ്കിൽ ഇവർ ചെന്ന് അകത്ത് തപ്പുന്ന സമയത്ത് അതിനകത്തുനിന്നൊരു ഹിഡൻ ക്യാമറ കിട്ടും. അപ്പോൾ വിറ്റയ്ക്ക് മനസ്സിലാവും ഇതാ മാനേജറുടെ പണിയാണ്. അപ്പോൾ ചെന്നിട്ട് ഇയാളെ വന്ന് ചോദ്യം ചെയ്യുന്ന സമയത്ത് ഇയാൾ ലാസ്റ്റ് സമ്മതിക്കുവാട്ടോ. എന്നിട്ട് ആ ഒരു ലാപ്ടോപ്പ് തുറന്നിട്ട് ഇന്നലത്തെ ആ ഫൂട്ടേജ് ഇവിടെ എടുത്ത് നോക്കുന്ന സമയത്ത് ഇവർക്ക് മനസ്സിലാവുക അവിടെ ആ ഒരു പൂച്ചട്ടി ഉണ്ടല്ലോ, അതിലുള്ള മണ്ണ് കുറച്ച് വന്നിട്ട് തറയിൽ വീണുണ്ട്. അപ്പോൾ അതിൽ നിന്ന് എന്തെങ്കിലും ക്ലൂ കിട്ടുമെന്ന് അറിയാൻ വേണ്ടി ഇവർ പിന്നെയും ആ ഒരു റൂമിൽ ചെന്നിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ട് ആ മണ്ണ് എടുക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് ആ സമയത്ത് അവിടെ മഴയൊന്നുമില്ല, പക്ഷെ ആ മണ്ണിന് ഇച്ചിരി നനവും കാര്യങ്ങളുണ്ട്. ഈ ഒരു മണ്ണ് ടെസ്റ്റ് ചെയ്ത് അറിയാൻ പറ്റും ഇവൻ എവിടെ താമസിക്കുന്നത്, മീൻസ് ഈ ഒരു സീരിയൽ കില്ലർ എവിടെ താമസിക്കുന്നത് അറിയാൻ പറ്റും. അപ്പോൾ അതൊരു വലിയൊരു വഴിത്തിരിവാണല്ലോ കേസിൽ. അപ്പോൾ അത് എടുത്തിട്ട് ഹാപ്പി ആയിട്ട് ബൈയും വിറ്റിയും കൂടി അവിടെ നിന്ന് പോകുന്നത്. ഇനിയാണെങ്കിൽ അന്ന് രാത്രി വന്നിട്ട് നമ്മുടെ തന എന്ന് പറയുന്ന ഒരാൾ നമ്മുടെ എക്സ് ബോയ് ഫ്രണ്ട് ആയിരുന്നു കേട്ടോ മിങ്ങിൻ്റെ. അപ്പോൾ അവൻ വന്നിട്ട് അവൻ്റെ കൂടെയുള്ള മെമ്മറീസ് ഒക്കെ ആലോചിച്ച് ഞെട്ടി എണീക്കുകയാണെന്നാണ് മിങ്. ആ സമയത്ത് ലിങ് വന്ന് ഇവൾക്കൊരു മെസ്സേജ് അയച്ചേക്കുവാണ്, നാളെ വന്നിട്ട് അവൻ വർക്ക് ചെയ്തൊരു സ്ഥലമുണ്ടല്ലോ, അപ്പോൾ അവിടെ ചെന്നിട്ട് അവനെ പറ്റി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണമെന്ന് പറയുവാണ്. എന്നിട്ടാണെങ്കിൽ ഇവർ പിറ്റേന്ന് വന്നിട്ട് നമ്മുടെ മിങ്ങും ലിങ്ങും കൂടിയിട്ട് അതൊരു യൂണിവേഴ്സിറ്റി, ആക്ച്വലി ഇച്ചിരി റിസർച്ച് ഒക്കെ നടത്തുന്ന പോലത്തെ ഒരു യൂണിവേഴ്സിറ്റി, അവിടെ ചെന്ന് ചോദ്യം ചെയ്യുവാണ് അവിടുത്തെ ഒരു പ്രൊഫസർ. അപ്പോൾ പ്രൊഫസർ പറയണം, ഇല്ല ആക്ച്വലി വന്നിട്ട് അവന് മേർഡർ ചെയ്യുന്ന ഒരു അറ്റംപ്റ്റ് ചെയ്യുന്ന ഒരാളായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ അവനൊരു കമ്പനിയിൽ റിസർച്ചായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അങ്ങോട്ട് വേണ്ടി കുറേ കെമിക്കൽസ് ഇവിടുന്ന് കൊണ്ടുവരുന്നു, അത് നമുക്ക് ചോദ്യം ചെയ്യാൻ പറ്റത്തില്ലോ, അത് അവൻ്റെ ഒരു ജോലിയല്ലേ എന്നുള്ള രീതിക്കൊക്കെ ഇയാൾ പറഞ്ഞുകൊണ്ടിരിക്കുക. എന്നിട്ടാണെങ്കിൽ ഇവർ വരുന്ന സമയത്തും ഇവരെന്തെങ്കിലും കോഫിയോ എന്തെങ്കിലും കുടിക്കാമെന്ന് ചെയ്യുന്ന സമയത്തും ഇങ്ങനെ കറക്റ്റ് അറിയാം എവിടെയാണ് കോഫി കുടിക്കുന്ന സ്ഥലം എന്ന്. അപ്പോൾ അവരിരുന്ന് കോഫി കുടിക്കാനൊക്കെ ഇരിക്കുന്ന സമയത്ത് ഇവളെ വന്നിട്ട് ആ ചായൻ വിളിക്കുവാണ്. അപ്പോൾ ഇവളെ ഓൾറെഡി ഹാഫ് ഡേ ലീവ് എങ്ങാണ്ട് എടുത്തിട്ടുണ്ട് ചായൻ്റെ കൂടെ പുറത്തു പോകാൻ വേണ്ടിയിട്ട്.
ചായൻ അങ്ങോട്ട് വരും കേട്ടോ, ഇവള് പറഞ്ഞതനുസരിച്ച് അങ്ങോട്ട് വരിക. എന്നിട്ടാണെങ്കിൽ നമ്മുടെ മിങ് ചായൻ്റെ കൂടെ പുറത്തു പോവുക. ആ സമയത്താണ് ലിങ് വന്നിട്ട് ഒരു ഫോട്ടോ ലിങ്ങിന് കിട്ടുന്നത്. നോക്കുന്ന സമയത്തും ഈ ഒരു തന എന്ന് പറയുന്ന ആളുടെ കൂടെ മിങ് നിൽക്കുന്ന പോലത്തെ ഒരു ഫോട്ടോ. ഇത് കണ്ട് ഇവർ ഷോക്കായി നിൽക്കുന്ന സീനോട് കൂടിയാണ് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മാത്രമല്ല നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ ബൈ.